കാസർഗോഡ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ഒരാൾ കസ്റ്റഡിയിലെന്ന് സൂചനയുണ്ട്. പ്രദേശത്ത് നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ പ്രകാരമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പ്രതി ഇയാളാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. വിവരങ്ങളുമായി സാരംഗ് ചേരുന്നു. സാരംഗ്, ഗുഡ് മോർണിംഗ്. ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു എന്ന് പറയുന്നു. അപ്പോഴും ഈ സംബന്ധിച്ച സ്ഥിരീകരണം ഒന്നും ലഭിച്ചിട്ടില്ല. പോലീസ് എപ്പോഴത്തേക്കായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വെളിപ്പെടുത്തുക എന്ന ആശങ്കയിലാണ് കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് കാസർഗോഡ് ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 10 വയസ്സുകാരിക്ക് അതിക്രൂരമായ ലൈംഗിക അതിക്രമം വീട്ടിൽ കയറി വന്ന മോഷ്ടാവിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നത്. ഇതേ തുടർന്ന് വലിയ കൂളക്കം ഉണ്ടാക്കിയെന്ന് തന്നെ പറയേണ്ടി വരും. ഈ കേസ് പ്രദേശത്തെ നാട്ടുകാർക്കിടയിലൊക്കെ തന്നെ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കി. തങ്ങളുടെ പെൺമക്കളൊന്നും തന്നെ വീട്ടിൽ സുരക്ഷിതരല്ല എന്നൊരു അവസ്ഥയുണ്ടാവുന്ന, ഭയമുണ്ടാവുന്ന അവസ്ഥയിലേക്ക് ആളുകൾ കൂടി നിൽക്കുന്നിടത്തൊക്കെ തന്നെ നാട്ടിലെ അരക്ഷിതാവസ്ഥയെക്കുറിച്ചായിരുന്നു സംസാരം മുഴുവനും. അത്തരത്തിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഈ സംഭവം നടന്ന പ്രദേശത്തേക്ക് ഉത്തരമേഖല DIG നേരിട്ടെത്തുകയും SP-യുമായി കൂടി ചേർന്നുകൊണ്ട് യോഗം നടത്തി പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരു പൂർണ്ണമായ തോതിൽ ഒരു പരിശോധന നടത്താനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തത്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. കാഞ്ഞങ്ങാട് DVSP ആയ V രതീഷിനായിരുന്നു ചുമതല നൽകിയിരുന്നത്. ഒട്ടനേകം ഉദ്യോഗസ്ഥരും ഒട്ടേറെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ ചേർത്തുകൊണ്ട് തന്നെയായിരുന്നു ജില്ലയ്ക്കകത്ത് ഏറ്റവും കാര്യപ്രാപ്തിയുള്ള, കാര്യക്ഷമമായിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ടായിരുന്നു അന്വേഷണ സംഘം രൂപീകരിച്ചത്. അവർക്ക് വ്യക്തിത്വ തരത്തിലുള്ള ചുമതലകൾ നൽകിയിരുന്നു. കുറച്ച് ഉദ്യോഗസ്ഥർക്ക് CCTV നിരീക്ഷണം, മറ്റു ചിലർക്ക് അടുത്ത കാലത്തായി ജയിലിൽ നിന്നിറങ്ങിയ അത്തരത്തിലുള്ള സമാന സ്വഭാവങ്ങളുള്ള കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കൽ, മറ്റു ചിലർക്ക് ഇത്തരത്തിലുള്ള രീതികൾ പിന്തുടരുന്ന കുറച്ച് ആളുകളെക്കുറിച്ച്, മറ്റു ചിലരാവട്ടെ മറ്റു ചില പോലീസ് സംഘങ്ങൾക്കുള്ള പ്രത്യേക ചുമതല ലഹരി മയക്കുമരുന്ന് സംഘങ്ങളെക്കുറിച്ചുള്ള പരിശോധനയും അവരുടെ ചോദ്യം ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഇത്തരത്തിൽ 200ഓളം വീടുകളിൽ കയറിയാണ് ഇപ്പോൾ പോലീസ് പടന്നക്കാട്, കാഞ്ഞങ്ങാട്, ഹോസ്ദുർഗ് പരിധിയിലെ 200 വീടുകളിൽ കയറി ഇപ്പോൾ പോലീസ് പരിശോധന പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 75ഓളം CCTV ദൃശ്യങ്ങളും ഇതിനായി പോലീസ് പരിശോധിച്ചു. ഇപ്പോൾ ഇത്തരത്തിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ 4ഓളം പേരെ ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. DIG നേരിട്ടെത്തി ഇപ്പോൾ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ ആരാണ് പ്രതിയെന്നോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ഥിരീകരണം ഇതുവരെയും പോലീസിന് നമ്മൾക്ക് നൽകാൻ സാധിച്ചിട്ടില്ല. എന്തായാലും DIG നേരിട്ടെത്തി ഇത്തരത്തിൽ പ്രതി ആരാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമായിരിക്കും മുന്നോട്ടേക്കുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ടേക്ക് പോവുക. സാരംഗ്.